കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of our Lord be glorified in this evening time. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ മാത്യൂസ് ജോർജ് കുടുംബം, Pastor Matthews George and his family who is pastoring in this church. ഈ സഭയുടെ സ്ഥാപകനും അനുഗ്രഹമായി സംഘത്തിൽ നിന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബാരി ആദം, Pastor Barry Adams, who is the founding pastor of this church, and the family. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. I greet each one of you who are gathered over here to worship the Lord today. പ്രാരംഭമായി എന്നെ അല്പമായി പരിചയപ്പെടുത്തട്ടെ. I would like to introduce myself in the beginning with a short description. എൻ്റെ പേര് MS ചെറിയാൻ. My name is MS Cherian. ഞാൻ പത്തനംതിട്ടയ്ക്ക് അടുത്ത് തോന്നിയാമല സ്വദേശിയാണ്. I'm a native of Thoniyamala, which is near in the Pathanamthitta district in Kerala. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ മർത്തോമ പാരമ്പര്യം വിട്ട് കർത്താവിനെ പൂർണ്ണമായി അറിയുവാൻ കൃപ നൽകിയത്. The Lord blessed me to come to the saving grace when I was 11 years along with my family at the time. എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സഭയുടെ അംഗമാകുവാൻ ദൈവം അവസരങ്ങൾ നൽകി. I was privileged and blessed to be the part of church when I was 16 after taking water baptism. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ശുശ്രൂഷയ്ക്കായിട്ടുള്ളവനാണെന്ന് പറഞ്ഞ് വേർതിരിപ്പാനിടയായി തീർന്നു. When I was 11 years, when we came to the saving grace, man of God touched my head and prophesied to me that you are chosen to be a servant of God. എന്നാൽ എൻ്റെ പഠനവും അതിനുശേഷമുള്ള ജോലി കാര്യങ്ങളിലൊക്കെ ഞാൻ വ്യാപൃതനായി. But I was engaged in a job after my studies and I went away from home. ഞാൻ 20 വർഷം എൻ്റെ കരിയറിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകി. The Lord enabled me to work along with my career for about 20 years. ലാസ്റ്റ് 10 വർഷം ഞാൻ സൗദി അറേബ്യയുടെ പ്രദേശത്തായിരുന്നു. The latter part, about 10 years, I was in the land called Saudi Arabia. 96 മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിൽ Since 1996 till 2006. സമയത്ത് ദൈവം എന്നോട് വീണ്ടും സംസാരിപ്പാനിടയിൽ തീർന്നു, നീ കർത്താവിൻ്റെ വേലയ്ക്കായി പുറപ്പെടണം. When I was in Saudi Arabia, the Lord spoke to me again that I have to turn to the Lord and take up the mantle to do the ministry of the Lord. എന്നാൽ വീണ്ടും ദൈവം ദർശനത്തിൽ കൂടി ഇടപെട്ടപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്കായി പോരേണ്ടി വന്നു. When the Lord wrestled with me in my vision, I had to resign from the job and come to the ministry. 2006 ഞാൻ നാട്ടിൽ വന്നു. ചില വർഷങ്ങൾ 2010 വരെയുള്ള വർഷങ്ങൾ തിയോളജി പഠിക്കുവാനായിട്ട് കടന്നുപോയി. After coming back from Saudi, I could study the theological studies in Kerala and I've been there till 2010. അതിന് മുൻപായി സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ചില വർഷങ്ങൾ ഒരു സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിരിക്കാൻ ദൈവം അവസരം നൽകി. During my days in Saudi Arabia, I could associate in the Lord's ministry along with the pastor in Saudi Arabia for years. 2010 ഞാൻ ഞങ്ങളുടെ ഒരു അടുത്ത സ്ഥലമായ നെല്ലിക്കാലക്കടുത്ത് വെള്ളപ്പാറ എന്ന സ്ഥലത്ത് ഞാനും കുടുംബം ഒരു പയനിയർ വർക്ക് ആരംഭിച്ചു. Along with my family in 2010, I could pioneer a ministry in Vellapara, which is near Pathanamthitta place. അവിടെ ചില വർഷങ്ങൾ 2010 മുതൽ 2013 വരെ ഞങ്ങൾ കുടുംബമായി പോയി കർത്താവിനെ ആരാധിക്കുകയും ആ ദേശത്ത് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വേണ്ടവണ്ണം ഒരു ഫലപ്രാപ്തി ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞില്ല. ചില വ്യക്തികൾ മാത്രമാണ് ആ കാലയളവിൽ വന്നത്. We labored there for years, about 2-3 years, but very few people came to the saving faith. 2013 ഒരു കുടുംബം അവിടെ കടന്നു വന്ന് അവര് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളോടുകൂടെ ചേർന്ന് സ്നാനപ്പെടുകയിടയായി തീർന്നു. But in 2013, a family we have received to join us in fellowship to worship over there. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ആ കുടുംബത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഒരു മേജറായ ആക്സിഡന്റിൽ പെട്ടു. Though we were very happy after that service, we were going back on the way we met with an accident. Me and my wife, we both met with that accident. എൻ്റെ വൈഫിൻ്റെ വലത്തെ കാലിൻ്റെ മെയിൻ അസ്ഥി ഒടിഞ്ഞു. The femur of my wife's leg was broken. ചില മാസങ്ങൾ ബെഡ് റെസ്റ്റിലായിരിക്കാൻ. She was bedridden for certain months after that issue. ആ സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞങ്ങളുടെ എൻ്റെ മൂത്ത മകൾ
നേഴ്സിങ്ങിനായി കടന്നുപോയ വർഷമായിരുന്നു. That was the first years of my first daughter's nursing studies. അവളുടെ പഠനത്തോടും ഞങ്ങളുടെ ശുശ്രൂഷയോടും ഒക്കെ വെല്ലുവിളി ഉയർത്തിയ ഒരു വലിയ സംഭവമായിരുന്നു അത്. In our ministry as well as in our studies, that was a painful experience. എന്നാൽ ഞങ്ങളെ ദൈവം അവിടെ നിർത്തി. ഞങ്ങളൊരു തീരുമാനമെടുത്തു. അവിടെ കർത്താവിൻ്റെ വേലയ്ക്കായി വന്നു. അവിടെ ഒരു സ്ഥാപനമുണ്ടാകാതെ അല്ലെങ്കിൽ ചില ആത്മാക്കളെ കാണാതെ ഞങ്ങൾ പോരത്തില്ല എന്നുള്ള തീരുമാനമെടുത്തു. But even after that challenges, we have decided to stay there. Even if all these problems come, we will remain there until we see certain souls coming to the saving faith, and we remain there. അങ്ങനെ 2020 ഞങ്ങൾ ഒരു അല്പസ്ഥലം വാങ്ങി അവിടെ ഒരു ചർച്ചിൻ്റെ പ്ലാനിംഗ് ഒക്കെ നടത്തി. And the Lord blessed us to buy a certain land in 2020 over there. എന്നാൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരു 4 വർഷം എടുത്തു. The work which we commenced to build a church over there, it took 4 years. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു. The reason for the delay was the financial struggles. എനിക്കറിയാം, ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഈ ചർച്ചിനോട് ഞങ്ങൾ ഒരു സഹായം ആവശ്യപ്പെട്ടു. I know and I remember that through my children we have requested this church to support us. ഈ ചർച്ച് ഞങ്ങളെ സാമ്പത്തികമായി സഹായിപ്പാൻ അവസരങ്ങൾ നൽകി. This church supported us in that financial condition, and that was a great blessing. അത് വീണ്ടും പണി തുടങ്ങാൻ സഹായിച്ചു. That helped us to restart the stopped work. എന്നാൽ അങ്ങനെ 2024 ആ പണി പൂർത്തീകരിച്ച് ഞങ്ങൾ 24 ഒക്ടോബറിൽ സെപ്റ്റംബർ 13 അതിനകത്തേക്ക് കയറി ഞങ്ങൾക്ക് ആരാധനിക്കുവാൻ ദൈവം അവസരം നൽകി. In 2024 September, we could complete the work and start the fellowship in that particular church. ഇപ്പോൾ അവിടെ ഒരു 16 കുടുംബം 40-ലധികം പേര് കർത്താവിനെ ആരാധിക്കുന്നു. വലിയ വളർച്ച ഒന്നും ഉണ്ടായെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം തന്നതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്തു. Now we have 16 families, about 40 plus people over there to worship in truth and spirit. The Lord blessed us. നമ്മൾ ഒരു തീരുമാനത്തോടെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും, അതിൽ സംശയമില്ല. If we are standing firm on our decisions, the Lord's Spirit will help us to fulfill it. എന്നാൽ 2024 ചർച്ചിന്റെ ഡെഡിക്കേഷൻ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായി എൻ്റെ ഇടത്തെ കൈ ബലഹീനമായി പോയി. But before the dedication of that church building, during that work, my left hand became weak and I'm not able to use my hand properly. ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയി. ഒടുവിൽ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖമാണ്. We have been to many hospitals, and in Sri Chitra Hospital, Trivandrum, we could diagnose that it is motor neuron disease, and I'm facing that now. അതിന് മരുന്നില്ല. അതിന് പിന്നെ അത് കൂടാതിരിക്കാൻ വേണ്ടി, ശരീരത്തെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസും അതിൻ്റെ കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്തു. According to the doctors, there is no cure for it, but there are restricting medicines which should not increase this disease. That's what they are trying to do. ഇപ്പോഴും എനിക്ക് കൈക്ക് വേണ്ടത്ര ഒരു സ്വാധീനമില്ല. അപ്പോൾ ഈ മൈക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് പിടിക്കുമ്പോൾ പിന്നെ എനിക്ക് ബൈബിൾ മറിക്കുകയും ചെയ്യണം. അപ്പോൾ അത് കയ്യിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ മൈക്കിന്റെ സ്റ്റാൻഡ് ആവശ്യപ്പെട്ടത്. I have requested to have the mic because when I am holding the mic, I am not able to turn the Bible. That's why I have requested for the support. മൊത്തത്തിൽ എനിക്കൊരു ശരീരത്തിൽ ബലഹീനത ഉണ്ടെങ്കിലും അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Even though my outer man is weak, the Lord is strengthening my inner man, and I trust in the Lord. സാത്താൻ നമുക്ക് നമ്മുടെ ശരീരത്തെയൊക്കെ അല്പം ക്ഷീണിപ്പിക്കാൻ കഴിയും, പക്ഷെ മനസ്സിനെ ക്ഷീണിക്കാൻ കഴിയത്തില്ല. Satan can make you weaken, but that Satan cannot weaken your inner person. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും സംഭവിക്കുന്നത് എന്തെന്ന് ഗിദെയോൻ ചോദിച്ച പോലെ പലപ്പോഴും ചോദിക്കാറുണ്ട്. Like Gideon asked Lord, if God is with us, why this is happening? We may ask sometimes. എന്നാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ ഇതൊക്കെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But I believe that it is for the glorification of the name of the Lord. മരുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞാലും വലിയ ഡോക്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. Even if the doctors say that there is no medicine, the greatest doctor is in the midst of us. അനേക സൗഖ്യം നമ്മൾ കണ്ടവരാ. We have seen many miracles in the past. തീയിൽ കുരുത്തൊന്നും വെയിലത്ത് മാടി പോകത്തില്ല. The one which is the sprouted in the fire, it will never be stricken down in the daylight. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയ്ക്ക് എതിരായിട്ട് ചെങ്കടൽ വരെ മാറിയെങ്കിൽ നമ്മുടെ മുൻപിലുള്ള പ്രതികൂലവും മാറും. If the Red Sea was parted in front of Israelites, the Lord will part ways in front of us. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ. If you believe, you will see the miracles of the Lord. ഇന്ന് ഇവിടെ എനിക്ക് പരിചയമുള്ള കുടുംബങ്ങളുണ്ട്.
I have certain families, friends over here whom I know. പ്രിയ എബിവറും കുടുംബമായിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ വെച്ച് കാണാനും പരിചയപ്പെടാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിച്ചു. We could meet Ebi brother and family back in India. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I praise and thank Lord for that. സാംജിത്തും ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി കൂട്ടായ്മ ഏർപ്പാടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. Brother Samjit and family also, with them I could have fellowship in the past. ഇന്ന് പകൽ നിങ്ങളുടെ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise the Lord for your pastor. ഒരു കർത്താവിന്റെ ദാസന്റെ മകൻ എന്ന നിലയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടത് എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കർത്താവ് ഒരു ഇടയന്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പാസ്റ്ററെ കിട്ടിയതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം നമുക്ക്. Let's thank the Lord for a pastor who cares for people and caring the church. നിശ്ചയമായും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഈ സഭയെ വളർത്തും. If you leave yourself for the Lord's ministry, the Lord will expand this church. ഇന്ന് പകൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. I greet each one of you in the name of our Lord today. നിങ്ങളുടെ നല്ല സാക്ഷ്യങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും നന്നായിട്ട് വചനമൊക്കെ പഠിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബത്തിന് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വർഷത്തിലേക്ക് കടന്നു പോകുന്ന പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം നൽകിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. എല്ലാത്തിനും നന്ദി കരയേറ്റും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. I greet every young children who testified and said the verses, and the family who entered into a new year in their wedded life, and the brother who is traveling to Australia, and the family who are in grief. I pray for everyone to have a great blessing today. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. Let's turn to the word of God today. കഴിഞ്ഞ 2 രാത്രികളിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ദൈവത്തിന്റെ സഭയുടെ എല്ലാ അംഗങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. Once again I thank you, the church, for giving me the opportunity for sharing the word in the past 2 days. ഒരു വചനഭാഗം വായിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. I would like to turn to the word of God, Romans chapter 7 verse 4. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. Wherefore, my brethren, ye are also become dead to the law by the body of Christ, that ye should be married to another, even to him who is raised from the dead, that we should bring forth fruit unto God. നമ്മളൊക്കെ ഫലമില്ലാത്തവരായിരുന്നു, പക്ഷെ ഫലം കൊടുക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. In the past we were fruitless, but the Lord chosen us to be fruitful. ഈ വചനഭാഗത്തിൽ നാം ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. When we meditate this portion, there are 2 things which we have to primarily think about it. ഒന്ന്, ഭൂമിയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ അല്ലെങ്കിൽ ഈ നമ്മൾ പാർക്കുന്ന ഈ ഭൂമി വീണ്ടെടുക്കപ്പെടണം. We have to think about the redemption of this earth at first. അടുത്തതായിട്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടക്കണം. Secondly, we have to think about the redemption of man or the human race. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. When we read this portion, we can see that know ye not, brethren, that I speak to them that know the law. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട്. When a man is alive, that there is a dominion about from the law on him. എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്നത്. Know ye not that? That's what the question is. അതുകൊണ്ട് അത് ഉദാഹരണമായി പറയുന്നത് ന്യായപ്രമാണത്തിലെ അല്ലെങ്കിൽ പഴയ നിയമ ഭാഗത്തെ ന്യായപ്രമാണത്തിൽ ഒരു വചനം അല്ലെങ്കിൽ നമുക്ക് ഉച്ചരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. So the writer of the epistle is pointing that by remembering the law about this incident, and he's teaching. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, Leviticus chapter 25 verse 24 and 25, if we turn into, അവിടെ നമ്മൾ വായിക്കുന്നത് there we read like this. അവിടെ നമ്മൾ വായിക്കുന്നത് പഴയകാലത്ത് യോവേൽ സംവത്സരത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന ആ വർഷമായിട്ടാണ് യോവേൽ സംവരം കൊണ്ടാടിയിരിക്കുന്നത്. It's about the jubilee year, that it is the time of redemption for the place. അവിടെ പറയുന്നു, ഒരു മനുഷ്യൻ ദരിദ്രനായി തീർന്നിട്ട് അവന്റെ വസ്തുക്കൾ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അതിനെ വീണ്ടെടുക്കണം.
if a man become poor and if he has just lent it or sold it, he has to redeem it. അതിന് ചെയ്യേണ്ടത് അവന്റെ സഹോദരന്മാരിൽ ആരെങ്കിലും, അടുത്ത ചാർച്ചക്കാർ, അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും അത് വില കൊടുത്ത് മടക്കി അവന് നൽകണം. So if he is unable to do it, somebody else from his family or the next kinsman has to go and purchase it for him. അപ്പോൾ നമ്മുടെ അവകാശങ്ങളെ അത് വിൽക്കാൻ പാടില്ല, അത് മടക്കിയെടുക്കണം. So our inheritance should not be lost, it has to be redeemed. യോവേൽ സംവത്സരത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. In that jubilee year we can see that so many redemptions of possessions. അതുപോലെ നാം പാർക്കുന്ന ഈ ഭൂമി ദൈവം വാസയോഗ്യമായി ആദാമിനും ഹവ്വായ്ക്കും നൽകിയതാണ്. We know that the earth was given as a land of inheritance or a possession to Adam and Eve to live there. ഉൽപ്പത്തി 1:28 നാം വായിക്കുന്നു, സകലത്തിന്റെ മേലും വാഴാനുള്ള അധികാരമാണ് കൊടുത്തിരുന്നത്. Genesis chapter 1:27 we can see that man is authorized or allowed to reign over everything. എന്നാൽ ആദാം എന്ത് ചെയ്യുന്നറിയാമോ, അത് ആധാരം സാത്താന് നൽകി. But Adam lost it. ആദാം അതിന്റെ മനുഷ്യരാശിക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളും അതുപോലെ തന്നെ അധികാരങ്ങളും എടുത്തു മാറ്റി അവന് തിരിച്ച് മരണം നൽകി അവനെ ദരിദ്രനാക്കി തീർത്തു. Since Adam lost the possession, the human race, the mankind became poor and all that authority was lost. സകലത്തിന്റെ മേലും വാഴാനാണ് മനുഷ്യന് ദൈവം അധികാരം കൊടുത്തത് ഭൂമിയിൽ. Every people were given the authority to rule over the earth, but the Lord's authority was lost. എന്നാൽ ഭൂമിയിലുള്ള സകലവും മനുഷ്യനെ വാഴാൻ തുടങ്ങി. And now the earthly things started ruling over man. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-6 വാക്യത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ സാത്താൻ പറയുന്നു, ഈ ഭൂമിയെല്ലാം എൻ്റെ അധീനതയിലാണ്. That's why that Satan came to remind Jesus that all these things are under my rule. ക്ഷണനേരം കൊണ്ട് കാണിച്ചിട്ട് വെറുതെ ഈ ലോകത്തിന്റെ അതിന്റെ മഹത്വത്തെയും കാണിച്ചിട്ട് പറയുന്നു, ഇത് എന്റേതാണ്. He is showing everything that mighty things of this world and saying that all these things belongs to me. അതുകൊണ്ട് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ഒരുപക്ഷെ പിശാച് അപഹരിക്കാൻ സാധ്യതയുണ്ട്. So remember that whatever you enjoy can be snatched away by Satan many times. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബലമൊക്കെ പിശാച് ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടത് നമുക്ക് അവകാശമുള്ളതൊക്കെ വീണ്ടും തരാൻ, വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് പ്രസാദം തോന്നി. The children of God should always remember that Satan will try to remove your health, remove your wealth or anything which belongs to you, but the Lord pleased in us that to return everything to us. പക്ഷേ ഈ വീണ്ടെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ബന്ധു ആരെങ്കിലും ഒരാൾ വേണം, അടുത്ത ചാർച്ചക്കാർ വേണം വീണ്ടെടുക്കാൻ. According to the law, as you heard that the next the closest relationship, the person should redeem it. സാത്താൻ നഷ്ടപ്പെട്ട അധികാരത്തെ മനുഷ്യന് തിരിച്ചു ലഭിക്കണമെങ്കിൽ അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു താണഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. To give the authority, Jesus Christ came down to this world which was snatched by Satan from us. നമുക്കറിയാം, ഒരു പക്ഷികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മള് മനുഷ്യരായ നമ്മൾ ചെന്ന് അതിനെ ഒരുപക്ഷെ ഫീഡ് ചെയ്യാനായിരിക്കും ചെല്ലുന്നത്, പക്ഷേ നമ്മൾ അത് ചെല്ലുമ്പോഴേ അത് പറന്നു പോകും. Even if we want to feed a bird which is sitting on a branch of a tree, even if you are trying with an approach of love, it can just fly away. പക്ഷേ അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. That's why Jesus came to us just like a man. നമ്മൾ ഒരുത്തനെ പോലെ ജഡരക്തങ്ങളോടുകൂടി മക്കൾ ജഡരക്തങ്ങളോടുകൂടി രാവിലെയുണ്ട്, അവരെ വേടിവിക്കുവാൻ യേശു കർത്താവ് ജഡരക്തങ്ങളോടുകൂടി ഭൂമിയിൽ വന്നു. He became a man like us in flesh and body. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. Lord became a man for us. നമ്മൾ ഒരുവനെ പോലെ വന്നു. He just came to this world like us. അപ്പോൾ ആ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഭൂമിയുടെ വീണ്ടെടുപ്പിനായി കർത്താവ് വീണ്ടെടുപ്പായി തീർന്നു. He became the cause of redemption for us, just like a man on the cross of Calvary. എന്നാൽ നമുക്കറിയാം, അവന്റെ മരണത്താൽ പിശാചിന്റെ അധീനതയായിരുന്ന സകലത്തെയും അവൻ വീണ്ടെടുത്തിരിക്കുകയാണ്. By his death he has redeemed each one of us by his blood. എങ്കിലും അല്പകാലത്തേക്ക് പിശാച് പറഞ്ഞതെല്ലാം എന്റേതാണ്. But still for some time Satan will say that his claim is there that everything is mine. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുടിയേറ്റക്കാരുണ്ട്. ഇങ്ങനെ വന്ന് മറ്റുള്ളവരുടെ
സ്ഥലങ്ങളൊക്കെ ആൾതാമസം ഇല്ലെങ്കിൽ വന്ന് താമസിച്ച് കുടിൽ കെട്ടി താമസിക്കുന്നവരുണ്ട്. We know that in our land there are so many people like gypsies. They come and possess certain lands and encroach certain lands. പക്ഷേ യഥാർത്ഥ അവകാശി വരുമ്പോൾ നിശ്ചയമായും മാറിക്കൊടുത്ത്, കാരണം അതിന്റെ ആ പകർപ്പ് ആ ഉടമസ്ഥന്റെ കയ്യിലായിരിക്കുന്നത്. But when the real heir of that land comes, these people will get away from there. അതുപോലെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പിശാച് നഷ്ടപ്പെടുത്തിയതിനെ എല്ലാം വീണ്ടെടുക്കാൻ ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. Let me say that proudly that the Lord came down for whatever we lost to be redeemed in his possession. അങ്ങനെ ആ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. praise and thank the Lord for such people who are redeemed by the blood of Jesus പക്ഷേ Christ. പൂർണ്ണമായി നമ്മൾ വീണ്ടെടുക്കപ്പെടുന്ന കർത്താവിന്റെ വരവെങ്കില. But our redemption will be completed in the second coming of our Lord Jesus അതുകൊണ്ട് ആ Christ. പിശാച് നമ്മളോട് എതിരിടുന്നത്. That's why Satan is rebelling against us. കാരണം ഈ ഭൂമി നമുക്ക് അവകാശമായി ദൈവം തരാൻ പോവുകയാണ്. The reason is that the Lord is going to give this land again back to us as an inheritance. 1000 വർഷം തന്റെ ജനത്തോട് ഒരുമിച്ച് ഇവിടെ നാം നീതിയോടെ ഭരണം നടത്തേണ്ടവരാ. We'll have a righteous ruling along with the Lord in this land. അതുകൊണ്ട് ആ പിശാച് നമ്മളോട് ഇത്ര എതിര് കാണിക്കുന്നത്. That's the reason why Satan is fighting against us. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനോട് എന്താ ഇത്ര പോരാട്ടം? Why the fight is always there for the redeemed people. മറ്റുള്ളവരോടൊന്നും ഈ പോരാട്ടമില്ല. Why this fight is not there with other people, common പക്ഷേ ഇന്ന് people. പകൽ പോരാടാൻ ശക്തി തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. But there is a Lord who is powerful, who strengthens us to fight against Satan. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ ബലം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നേടാൻ കഴിയുന്ന ചിലതുണ്ടെന്ന്? Do you think that by your might and fame that you can gain something? ഇന്ന് പകൽ പറയട്ടെ, നമ്മുടെ ശക്തി കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം ബലഹീനമായതിനെ ബലപ്പെടുത്താനാ ബലഹീനമായ ശരീരത്തോടെ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നത്. Let me say with a shout that with our weak body we can't get anything, but to strengthen our weak bodies he came down to strengthen us. അപ്പോൾ ഈ ഭൂമിയുടെ അവകാശം പറഞ്ഞിരുന്ന എല്ലാത്തെയും തന്റെ മരണത്താൽ ജീവപര്യന്തം അടിമകളായിരുന്ന നമ്മയൊക്കെയും വിടുവിച്ച ആ ദൈവമുണ്ട് കേട്ടോ. So there is this Lord who resurrected and strengthened us, and he is the most powerful one who can strengthen us to overcome this. യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് വരെ പിശാച് പറഞ്ഞു എന്റെ കയ്യിലാ താക്കോല്. Till the resurrection of Jesus Christ from the tomb, Satan said that the key is in my hands. പക്ഷേ കർത്താവ് പറഞ്ഞു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. But Jesus said that, proclaim that the key of death and the Hades is in my hands. അതുകൊണ്ട് മരണ നിഴലിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല. So those who are in the shadow of that fearful experiences, shadow of the valley of death, do not be afraid. മരണത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ നീ എപ്പോൾ മരിക്കണമെന്ന് ദൈവത്തിന് അറിയാം. If the key of your death is in his hands, God knows and Jesus knows that when your death is. അങ്ങനെയെങ്കിൽ ഇന്ന് രോഗമോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇട്ട് ജീവനെതിരായിട്ട് നിൽക്കുന്ന അന്ധകാര പോരിനോട് നീ ജയിക്കും. കാരണം ജയിക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. You will surely win over the power of death, that because he is having the key and the Lord is with you. ആ ജയവീരനായ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ. നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിക്കണം. God who are victorious should not be sitting idle when you are hearing that Lord who is victorious is with us. കാരണം ഈ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയതാ. The price of redemption is priceless. ഇത് തിരിച്ചറിയുന്ന ഒരു അന്തരാത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. You should praise the Lord in your inner heart by realizing this. ഇന്ന് രാത്രി മരണഭയം മാറുന്ന രാത്രിയായി മാറണം. This day should be that the fear of death should be casted away from our hearts. രാത്രി പിശാച് അവകാശം പറയുന്ന ചിലതിനെ മടക്കിയെടുക്കാനുള്ള പ്രാർത്ഥന വെളിപ്പെടണം. Let's reveal that prayer, that to return that what is lost in our life. നമ്മുടെ ആരോഗ്യത്തോട് മാത്രമല്ല പിശാച് It's വെല്ലുവിളിക്കുന്നത്. not only against your health. ശുശ്രൂഷയോട് വെല്ലുവിളിയുണ്ട്. There will be challenges against your ministry. തലമുറയോട് വെല്ലുവിളിയുണ്ട്. There will be challenges against your generations. കർത്താവിന്റെ വേലയോട് വെല്ലുവിളിയുണ്ട്. The work of the Lord, Satan will fight against പക്ഷേ that. ഇന്ന് പകൽ നീ ഒറ്റയ്ക്കല്ല കേട്ടോ. But today you are not alone. നിന്റെ കാര്യം നടത്തുന്ന പരിശുദ്ധാത്മാവ് കൂടുണ്ട്. Holy Spirit is there along with you who can fulfill your ministry. പരിശുദ്ധാത്മാവ് ഡൈനാമിക് പവർ കേട്ടോ.
The power of the Holy Spirit is like dunamis that moves around us. അങ്ങനെയെങ്കിൽ പിശാച് അവകാശം പറയുന്ന ചിലതിനെ ഇന്ന് പകൽ നീ നേടുന്ന പകൽക്കാലമായി So മാറണം. let it be a day that you are reclaiming the things which are lost, and in the name of the Lord to receive that inheritance. ഞങ്ങൾക്കറിയാം ശുശ്രൂഷകന്മാരെന്ന നിലയിൽ പിശാച് ഏതൊക്കെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുക ഞങ്ങൾക്കറിയാം. As ministers of the Lord, we know that in whatever way Satan can work. എനിക്ക് 3 മക്കളാ, 2 പെൺമക്കളും ഒരു മകനുമാണ്. I have 3 children, 2 girls and 1 boy. അവനിപ്പോൾ +2 കഴിഞ്ഞ് ഒരു എൻട്രൻസിന്റെ കോച്ചിങ്ങിന് വേണ്ടി പോയിരിക്കുക. My youngest one is undergoing a coaching after his +2. ഞങ്ങൾക്ക് 2 പെൺമക്കൾക്ക് ശേഷം ദൈവം തന്ന ഒരു മകനാ. After 2 girls, I got this boy child. അവന്റെ ജനനം തന്നെ ഒരു മിറക്കിളായിരുന്നു. His birth itself was a miracle. പക്ഷെ അവന് ഒരു 8ാം ക്ലാസ് വരെ അവന് ഒന്നും പഠിക്കത്തില്ല, ഉഴപ്പനാ. Till his 8th standard, he was a bad student. He was very weak in his studies. ഞങ്ങള് സ്കൂളിലൊക്കെ പേരൻസ് മീറ്റിന് പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകെ പോയിരിക്കും. When the parent-teachers meeting were held, we were sitting at the rear end. അവന്റെ ഉഴപ്പിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കാം. We always listen to the from the teachers about his lethargic attitude towards study. ആരോടും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. He was never a complaining, troublesome boy with fights or anything. പക്ഷെ അവന് പഠിക്കാൻ ബുദ്ധിമണ്ഡലത്തെ പിശാച് കെട്ടി. But Satan bound his intellectual level, and he was very weak in the studies. വാക്യം പറയാൻ പുറമോട്ട്. He was very weak in telling the memory അവൻ words. പഠിക്കാൻ പുറമോട്ട്. He was very weak in his studies. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. We cried a lot and Lord for his അവനതൊന്നും ഒരു വിഷയമേ അല്ല. but he was not bothered about അപ്പൊ it. ഞങ്ങള് ഞാൻ അവനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ പോയാൽ എങ്ങനെ? അവനും തോന്നി തുടങ്ങി ഒന്നും പഠിക്കുക, എല്ലാവരും ടീച്ചേഴ്സും വീട്ടുകാരും എല്ലാം ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി. All the people were complaining about his weakness in studies, and he felt himself a bit sad about low. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ മുറി കിടന്നും പഠിക്കണ്ട, നീ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. I asked him, you don't have to study, but can you do one thing? Go to your room, kneel down and pray. ഞാൻ പറഞ്ഞപ്പോൾ അവന് അതും അത്ര വലുതായിട്ട് കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ട് റൂമിൽ കയറി ഇരുന്നേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങി വരും. Initially he was not at all happy about it, but because of my compulsion he started praying initially for about 10 minutes, but he used to come back. ഞാൻ പറഞ്ഞു, സമയമായില്ലല്ലോ, പോയിരിക്കാൻ പറയും. I used to tell him that the time is not over, you have to go back and pray. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവനൊരു 25 മിനിറ്റ് ഒക്കെ ഇരിക്കാൻ തുടങ്ങി. After about a month he started increasing his time in prayer, and it went up to 25 minutes. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ അവൻ അരമണിക്കൂർ കൃത്യമായിട്ട് ഇരിക്കാൻ തുടങ്ങി. After some more days he started meditating and praying for half an hour. ഒരു 3 മാസം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. So he could pray for about 3 months. അവന്റെ ബുദ്ധിമണ്ഡലത്തെ ആ കെട്ട് ദൈവം അഴിച്ചു. That binding was taken out by the Holy Spirit after that 3 months. 9ഉം 10ാം ക്ലാസ്സിൽ കേരള സിലബസിലാണ് പഠിച്ചത്. ഫുൾ A+ വാങ്ങിച്ചു. In the 10th standard, the Lord blessed him to receive 10 A+ in his results. +2 അവന് ഫുൾ A+ വാങ്ങിച്ച് പാസ്സാകാൻ ഇടയായി. In +2 also, the 12th standard also, he has received full A+ ഇന്ന് അവൻ എൻട്രൻസിന് പോയിരിക്കും. എനിക്കറിയത്തില്ല എങ്ങനെയാ പഠിക്കുന്നത്. Now he is studying for his entrance examinations, and I don't know how the studies are going on. പക്ഷേ എനിക്ക് തോന്നുന്നു അവനൊരു ട്രിക്ക് പിടി കിട്ടിയിട്ടുണ്ട്. ഒരു ട്രിക്ക് പിടി കിട്ടിയിട്ടുണ്ട്. So I know one thing, that he has learned that trick in his studies now. ഇന്ന് പകൽ ഇതൊരു ട്രിക്കാ കേട്ടോ. This is a trick I am suggesting പ്രാർത്ഥന you. ഒരു ട്രിക്കാ കേട്ടോ. When you are having troublesome days, prayer is a trick for you. അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. The immovable things, the challenging things can be answered by the Lord. തലമുറയെ ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? If you're worried about your generation, your children, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. when I turn to the ministry of the Lord promised me that I will take care of you. കാര്യങ്ങൾക്ക് ഇന്നുവരെയും ഒരു മുടക്കവും ദൈവം വരുത്തിയിട്ടില്ല. Till now I was never worried because the Lord provided. എൻ്റെ രണ്ടാമത്തെ മോള് മാത്സിൽ PG കഴിഞ്ഞ് നിൽക്കുക. My second daughter has completed her post graduation in mathematics. അവളെ നെറ്റിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. She is doing her practice in NEET. ദൈവം അവൾക്ക് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വരുമ്പോൾ ഒരു വേദപുസ്തകം എടുത്ത് അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പഠിച്ചോളാൻ പറഞ്ഞു. When I came back from Saudi Arabia, I gave a Bible to her and asked her to study that. ഞാൻ പറഞ്ഞു, ഇനിയും പപ്പയുടെ ജോലിയൊക്കെ വിട്ടയച്ചായിരിക്കുന്നത്, ഇനിയും
ആമേ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇത് നിങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. I told her that Papa has resigned from my job, so now you have to rely on the Lord and the Lord will provide you. അന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ അവൾ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. എനിക്കറിയത്തില്ല എന്തിനാ കരഞ്ഞെന്ന്. She cried a lot in that day's family prayer. I don't know the reason, but she cried a lot on അവൾ that. വിചാരിച്ചു ഇനി ഒന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല, ചോക്ലേറ്റ് ഒന്നും കിട്ടത്തില്ലെന്നായിരിക്കും വിചാരിച്ചത്. Maybe she thought that I may not get the non-veg like earlier and I'll be having a very tough time ahead. അതിനായിരിക്കും അവൾ കരഞ്ഞത്. Maybe she prayed for that. പക്ഷേ ഈ വചനം അമ്മേ പഠിച്ച നിമിത്തം അവൾക്ക് ദൈവം ബുദ്ധി കൊടുത്തു. But because she started learning the word of God, God opened her eyesight, the inner eyesight, and she started learning well. 2000 വാക്യം എഴുതി അസംബ്ലീസ് കോഡിൽ രണ്ടാം സമ്മാനം വായിച്ചു. She could study 2000 verses memorized and she got second place in the AG talent test. അവളുടെ +2 പഠനം വരെ ഞാൻ ഒരു പൈസ പോലും അവൾക്ക് വേണ്ടി I മുടക്കിയില്ല. have never spent a single penny for her +2 studies. പലയിടത്തും ഈ വാക്യം പറഞ്ഞതിന് അവൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയത് ഒരു 75,000 രൂപ അത് മതി. She has received 75,000 rupees for that particular achievement from different places and the Lord blessed ഇന്ന് her. പകൽ വചനം പഠിച്ചാൽ അതിന് പ്രയോജനമുണ്ട് കേട്ടോ. So today I'm telling you, if you learn the word of God also, you'll be blessed. ഒരു LIC എടുത്താൽ അത് തീർന്നു പോയേനെ. If I could have taken some insurance policy, it would have been not that worthy. ഇന്ന് പകൽ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. If you are trying for your generations, your children, there is the Lord who is providing for them. ദൈവത്തെ അവരുടെ ഉള്ളിൽ കൊടുത്താൽ എല്ലാം മതി കേട്ടോ. അതാ പോളിസി. If this is the policy I'm suggesting you, you have to give the Lord into their hearts. അതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട, എല്ലാം നമുക്ക് നൽകിയിരിക്കുക. Thus I would like to say that if you are worried about losing anything, just put trust in the Lord. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവിൽ നമ്മൾ നിറച്ചിരിക്കുക. The Lord has filled your hearts with the heavenly blessings which surpasses everything. അനുഗ്രഹം അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ നമ്മൾ ചെല്ലാത്തോണ്ടാ കിട്ടാത്തത്. There will be that blessing appointed for you, but you are not going near to him to receive it. ഞാൻ എനിക്ക് തോന്നുന്നു വചനത്തിൽ ഇച്ചിരി വ്യതിചലിച്ചു പോയെന്ന് തോന്നുന്നു. I know that I have just derailed from the main message which I wanted to share. അങ്ങനെയെങ്കിൽ പിശാചിനോട് ഈ എന്ത് ചെയ്യുന്നറിയാമോ, ഭൂമിയുടെ ആധാരം ആമേ ഇനി വാങ്ങാനായിട്ട് ആമേ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വരും. So we know that, just like I said earlier, the deed of this earth, or rather the place which is ruled by Satan, the Lord will come and snatch it out from him. സമ്പൂർണ്ണമായി ഭൂമിയുടെ ആമേ അവകാശം കർത്താവിന്റെ കയ്യിലാണ് കേട്ടോ. The complete authority over the creation, the earth, is in the hands of the Lord. രണ്ടാമതായി മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. Secondly is the redemption of mankind. അത് ആമേ ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകാം. In Deuteronomy chapter 5 verse 25, if you turn into ഒരു ആമേ ഏതെങ്കിലും ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ആമേ അവളുടെ ഭർത്താവ് അവളെ അനാഥയാക്കി മരിച്ചുപോയാൽ ആ സ്ത്രീയെ ആമേ ധർമ്മമനുസരിച്ച് ആ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിച്ച് ആ കുടുംബത്തെ നിലനിർത്തണമെന്നാണ് പഴയ നിയമത്തിൽ ആമേ ന്യായപ്രമാണത്തിൽ വായിക്കുന്നത്. In the law we can see that if a husband dies, his brother has to marry the wife and the eldest wife and to have children in that family for the sustenance of that family. അവൾ അനാഥയായി പോകാൻ ആമേ കഴിയത്തില്ല, വിടത്തില്ല. That family should not be forsaken. അതും ആമേ ഏറ്റവും അടുത്ത സഹോദരനാണ് ആ വ്യക്തിയെ വീണ്ടെടുക്കേണ്ടത്. The closest person of that family member has to redeem that family. നമ്മൾ അതിന്റെ ഉദാഹരണമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. This example can be seen in the book of Ruth. മോവാബ്യ സ്ത്രീയായ രൂത്ത് യഹൂദനായ ആമേ സഹോദരനെ വിവാഹം കഴിച്ചു, പക്ഷേ ആ സഹോദരൻ മക്കളില്ലാതെ മരിച്ചുപോയി. Ruth the Moabite was married by a Jewish person, but that guy passed away. നമുക്കറിയാം 2 മരുമക്കളുണ്ടായിരുന്നു. ഓർപ്പ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് മടങ്ങിപ്പോയപ്പോൾ രൂത്ത് ആമേ ആ ഇസ്രായേലിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ നിൽക്കണം. അവള് ആമേ മോവാബിൽ നിന്ന് ആമേ ഇസ്രായേലിലേക്ക് വന്നു. We know that the 2 ladies who married these boys, after the death, Orpah went back, but Ruth came along with Naomi to Jewish land. നമുക്കറിയാം അവൾ വന്നത് ബോവസിന്റെ വയലിലേക്കാണ്. We know that Ruth came to the field of Boaz. ആമേ ബോവസിനോട് ചോദിക്കുന്നു, എന്നെ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ കഴിയുമോ?
Boaz is asked that whether can you redeem me? പക്ഷേ ബോവസ് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ചാർച്ചക്കാരനുണ്ട്, അവനോട് ചോദിക്കട്ടെ. He's saying that the closest kinsman is there, more than closely related to your family is there. I have to ask him. എന്നാൽ അദ്ദേഹം ഒഴിവുള്ളവനായി മാറി. If that person said that I'm unable to take that responsibility, and he was exempted from that. എന്നാൽ ഈ ബോവസ് ആ രൂത്തിനെ വിവാഹം കഴിച്ചതായിട്ട് നമുക്കറിയാം. But we know that this Boaz married Ruth. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തിലേക്ക് എനിക്ക് വ്യാഖ്യാനിക്കാനുള്ള സമയമില്ല, ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. I'm going to conclude my message because there is no much time. That's why this is exampled in the book of Romans chapter 7 as we read. ദരിദ്രയും വീണ്ടെടുപ്പ് വേണ്ടവളുമാകുന്ന രൂത്തിനെ ബോവസ് വിവാഹം കഴിച്ചതുപോലെ, just like Ruth, a person who didn't have enough support is married by Boaz. ഇത് ദൈവസഭയ്ക്ക് നിഴലാണ്. This is actually a parable or an example, a study material like church. ആദാമ്യ പാപനിമിത്തം മരണവിധിക്ക് വിധിക്കപ്പെട്ട നമ്മളെ ന്യായപ്രമാണത്തിന്റെ ആ മരണശിക്ഷയും ന്യായവിധിയും നമ്മുടെ മേൽ തൂക്കപ്പെട്ടപ്പോൾ, just like the mankind through Adam was destined to death, eternal death, ന്യായപ്രമാണത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. law could not redeem us. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ, but whatever was not possible by the law, നമ്മുടെ കർത്താവ് താണലോകത്തിലേക്ക് വന്നു. Lord Jesus Christ came down to this earth. അവന്റെ പേരാണ് കുഞ്ഞാട്. His name is portrayed as the Lamb of God. യോഹന്നാൻ ചോദിക്കുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. John the Baptist is pointing to Jesus and saying that he is the Lamb who is bearing all the sins of the entire world. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പാ വിറവുണ്ട്, കത്തിയുണ്ട്, യാഗമൃഗം എവിടെ? In Genesis we can see that Isaac is asking his father Abraham that we have the firewood, we have the knife, we have everything, but where is the lamb? അങ്ങനെയെങ്കിൽ പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പാപ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ മരിക്കണം. This points us towards us that whatever that sinful person of us has to die. ന്യായപ്രമാണത്തിന് അധീനമായിരുന്ന, പാപത്തിന്റെ ശിക്ഷാവിധിക്ക് അധീനമായിരുന്ന നമ്മുടെ പാപ മനുഷ്യനെ ക്രിസ്തുയേശുവിൽ മരിപ്പിപ്പാൻ നമുക്ക് കൃപ നൽകി. The person of sin in our body was died to the cross, through Lord Jesus Christ. അങ്ങനെയെങ്കിൽ ആ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് നടുവിൽ നിൽക്കുന്നതായി കണ്ടു. John the Apostle saw the vision that a lamb was standing there as slain, and that is Lord Jesus Christ. ആ കുഞ്ഞാട് പറയുന്നു, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. That Lamb of God saying that the key to death, key of death and Hades is in my hand. അവന്റെ കയ്യിൽ 7 കൊമ്പ് പറയുന്നത് സകല അധികാരത്തെയും കാണിക്കുന്നു. The horn, 7 horns, and 7 horns are resembling the authority, all the authority over everything. 7 കണ്ണ് എന്ന് പറയുന്ന 7 മടങ്ങ് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ കാണിക്കുക. The 7 eyes are portraying the power of the Holy Spirit. ഇന്ന് രാത്രി നമ്മെ ആ ന്യായപ്രമാണത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ക്രിസ്തുയേശുവിൽ കൂടി ആ നിത്യജീവൻ പ്രാപിപ്പാൻ, ആത്മാവിന്റെ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Today we should know that, remember that the Lord has chosen us, redeemed by us from the clutches of the power of the law and the sin. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാൻ സമയമായി. So let me remind you that the Lord, the Redeemer, is going to come soon. ആ വീണ്ടെടുപ്പുകാരന്റെ വയലിലാണ് നാം നിൽക്കുന്നത്. We are in the field of that Redeemer. ആ വയലിൽ സംരക്ഷണമുണ്ട്. In that field you will have protection. ആ വയലിൽ നമുക്ക് ആഹാരമുണ്ട്. In that field you will have food. ആ വയലിൽ ശത്രുഭയത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. When you are in that field you don't have to worry about this the evil powers. ആ തന്റെ കാന്തയായ സഭ മണവാളനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. The bride is having an engagement assurance to the bridegroom in that field. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരാറായി. The bridegroom is coming soon to redeem us and take us. അന്ന് നമ്മുടെ കണ്ണുകളെല്ലാം തുടച്ചു കളയും. He will wipe out every tear from your eyes. ഈ ഭൂമിയുടെ അധീനത മാറും.
the earth will be subdued by him. ന്യായപ്രമാണത്തിന്റെ ആ ന്യായവിധി നമ്മളിൽ നിന്ന് മാറ്റിയ ദൈവമാണ്. The Lord has removed the judgment of the law from our lives. ഇനി താമസമില്ല, വരുവാനുള്ളവൻ വരും. The one who is to come will come soon without any delay. നാം ഇന്ന് അനുഭവിക്കുന്ന കർത്തൃമേശയിൽ കൂടി പറഞ്ഞു, ഇതുവരെയും കർത്താവ് വന്നിട്ടില്ല. The Lord's table speaks to us that the Lord is yet to come back. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ In this time that the Lord's coming is so near, നമുക്കൊന്ന് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? are you ready? Are you ready to receive the Lord? സകല അധികാരമുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. Let's submit ourselves into his hands, who is having the authority over everything. ഇന്ന് പകൽക്കാലം അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചാട്ട്. Let's submit completely into his hands. വചനം എവിടെ എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. I know that the word is not completed as I desired, എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. but I would like to ask you one thing. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? Are you having an assurance that you are redeemed? നല്ല ബോവസിന്റെ വയലിലാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? Are you sure that you are in the right field of the right Boaz? രാത്രി നല്ല ബോവസ് പറയുന്നു, രൂത്തേ നീ ഭയപ്പെടേണ്ട. The right Boaz, the righteous Boaz is saying that Ruth, you don't have to be afraid of anything. നല്ല വീണ്ടെടുപ്പുകാരന്റെ വയലിലാണ് നീ വന്നിരിക്കുന്നത്. You are in the right Redeemer's place. അങ്ങനെയെങ്കിൽ ആ വീണ്ടെടുപ്പുകാരൻ തന്നെ വിവാഹം ചെയ്യുവാൻ എത്ര താമസമിനാ വരും. The bridegroom will be coming soon to marry his bride. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സന്തോഷം ഇന്ന് പകലുണ്ടോ? Are you happy about it? നാം കർത്താവിന്റെ മേശയിലേക്ക് കരം നീട്ടുമ്പോൾ When you are stretching your arms to the നമുക്ക് Lord's വേണ്ടി table, തകർക്കപ്പെട്ട ആ ശരീരത്തെ ഒന്ന് ഓർക്കാൻ കഴിയുമോ? can you remember the bruised body of our Lord? നമ്മുടെ പാപത്തെ മാറ്റിയ ആ സ്നേഹത്തെ ഒന്ന് ഓർക്കാൻ കഴിയുമോ? Can you remember the love of the Lord who wiped out every sin from your നമ്മുടെ life? ശാപത്തെ മാറ്റിയ ആ കരത്തെ ഒന്ന് ഓർക്കാൻ കഴിയുമോ? Can you remember the hands of the Lord who has removed every curses from your life? ന്യായപ്രമാണത്തിന്റെ ഭയഭീതിയോട് നിന്ന് നമ്മെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Can you praise the Lord who has removed every fear of that law in ഇന്ന് your രാത്രി life? ദൈവാത്മാവ് പറയുന്നു, In this day, the Lord speaks to, the Holy Spirit speaks to you. ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഭൂമിയിലെല്ലാം മൂടാടി സഞ്ചരിക്കുന്ന കണ്ണുണ്ട്, അത് നമ്മുടെ ദൈവത്തിന്റെ കണ്ണാണ്. Who is concentrated into looking into the eyes of the Lord is watching over you. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, When the redeemed one are praising the Lord, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, when you praise the Lord in the Holy Spirit, പോരാട്ടമുണ്ടെങ്കിലും ജയിക്കാൻ ആവശ്യമായ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടണം. the Lord will shower his grace upon you even if you have some troublesome experiences. Fight from the evil in your life. ആകെ ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. We must become the fruitful people, fruit bearing people in Christ. ഇന്ന് രാത്രി നമ്മുടെ മരണഭയം മാറുന്ന രാത്രിയായി മാറണം. Let this night or day should be a time that every fear of death will be vanished from your life. അവകാശം പറയുന്ന ദുഷ്ടന്റെ പോരിനെ ഇന്ന് രാത്രികാലം ശാസിക്കാൻ ഇടയായിത്തീരണം. We must cast away the power of Satan who is taking some authority in your life. ഞാൻ നിൽക്കുന്നതിന്റെ വീണ്ടെടുപ്പുകാരന്റെ വയലില. I am standing in the field of my Redeemer. ഇവിടെ സംരക്ഷണം തരാമെന്ന് പറഞ്ഞവൻ ആമേൻ ശക്തനാണ്. The one who commanded and promised me that I am going to give you protection, he is mightier than everything. ഇവിടെ ആഹാരം തരാമെന്ന് പറഞ്ഞവൻ ശക്തനാണ്. The one who promised me that he will provide me for my spiritual food and my other food, he is there powerful. എന്നും ദാരിദ്ര്യത്തിൽ കിടക്കാൻ അനുവദിക്കത്തില്ല. God will not allow you to be in debt and poverty every time. ഇടയ്ക്കിടയ്ക്കൊക്കെ കറ്റയിൽ ചിലർ വലിച്ചിട്ട് തരും. Sometimes you might have to pull the straws from the sheaves. നല്ലൊരു അളവ് നിന്റെ മടിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. He is going to reward you into your lap multifold. വീണ്ടെടുപ്പുകാരന്റെ വയലിലാണെങ്കിൽ നിനക്ക് സംരക്ഷണമുണ്ട്. Even if you are in the field, there is a protection. ഇന്ന് രാത്രി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. Let's bow our heads and close our eyes. ന്യായപ്രമാണത്തിന്റെ ന്യായവിധിയെ നമ്മിൽ നിന്ന് മാറ്റി The Lord removed the judgment, the punishment from law. ആ പാപത്തിന്റെ മനുഷ്യന്റെ മേൽ ന്യായപ്രമാണത്തിന് അധീനമുണ്ടായിരുന്നു. There was an authority of the law on your sinful nature. എന്നാൽ പാപത്തെ നീക്കി വീണ്ടെടുത്ത് അവന്റെ രക്തം നൽകി ക്രിസ്തുവിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. But the Lord gave you the privilege to be born again by removing the power of the law as well as the power of sin. അവന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. He gave his Holy Spirit upon you. ആ ആത്മാവ് ശക്തിയുടെ ആത്മാവ്. That Holy Spirit is
the powerful Spirit. സുബോധത്തിന്റെ ആത്മാവ്, He is the ശക്തിയുടെ ആത്മാവാണ്. power as well as the knowledge is there by that Spirit. ആ ദൈവശക്തിയിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. Let's believe in the power of the Holy Spirit. കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. The Lord is yet to come back. ഭൂമിയുടെ വീണ്ടെടുപ്പ് ഇനി നടക്കാനുണ്ട്. The redemption of this earth is yet to be done. ആമേൻ. ദൈവസഭയുടെ വീണ്ടെടുപ്പ്, പരിപൂർണമായ വീണ്ടെടുപ്പ് നടക്കാനുണ്ട്. The redemption of the Holy Church has to be done completely in the coming days. താമസമെന അവൻ വരും. He will come without any further delay. നമുക്ക് അവനായി കാത്തിരിക്കാം. Let's wait on Him. നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി. Our tribulations are going to be over. നമ്മുടെ വേദനകൾ തീരാറായി. Our painful experiences are going to be നമ്മുടെ കണ്ണുനീര് തീരാറായി. Our tears will be wiped away. ഇന്ന് രാത്രി നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. Let's rejoice in the Lord and praise Him for the freedom which is given in the Lord. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let's be ready for the second coming of the Lord. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, If in that way, dear children of God, if you are worried on certain things, ആ ദൈവത്തിന് വചനം പറയുന്ന അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്തകളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. because He cares for you, cast all your burdens upon Him. അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല കേട്ടോ. There is nothing hidden in front of Him. നിന്റെ ഹൃദയത്തിന്റെ ആഴം അറിയുന്ന ദൈവമുണ്ട്. He knows the depths of your hearts. നിന്റെ ആമേ മുഴുവൻ ആമേ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. Whatever your thoughts, He knows it better. നിന്റെ അകത്തളങ്ങളിൽ എന്താണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. He knows that what is moving inside your heart. നീ ചിരിക്കുന്നെങ്കിൽ നിന്റെ അകത്ത് വ്യാപിച്ചു നിൽക്കുന്ന ആമേ വേദനയുടെ അനുഭവം അറിയുന്ന ദൈവമുണ്ട്. Even if you smile, the Lord knows your heart which is weeping inside. പക്ഷേ ഇന്ന് പകൽ വീണ്ടെടുപ്പുകാരൻ നിന്നോട് കൂടെയുണ്ട്. Today the Redeemer is there aside അവന്റെ you. ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. The Holy Spirit is given to you, just with you. ഭ്രമിച്ചു നോക്കേണ്ട. Do not be worried. അവൻ നമ്മുടെ ദൈവമാവുന്നു. He is our Lord. അവനെ പിൻപറ്റാം. Let's follow Him. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ താണിരിക്കുന്നു അവസരം നൽകിയ ഈ സഭയോടും എല്ലാ ദൈവമക്കളോടും പ്രത്യേക കർത്താവിന്റെ ദാസന്മാരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും. I conclude by these words and humble myself before the Lord for giving the opportunity to minister among you. May God bless you by this word.